വാഹനം അതെത്തിയ വഴി, അതിൻ്റെ പഴയ ഉടമകൾ, അപ്പോൾ ആ വഴി ഇപ്പോൾ കൂടുതൽ വ്യക്തമാകുന്നുണ്ട് അല്ലേ അജീഷ്? ഉന്മേഷ്, എന്തായാലും പോലീസ്, അത് ഗുരുഗ്രാം പോലീസാണ് ഇപ്പോൾ ആ വിവരങ്ങൾ അന്വേഷിച്ചത്. അതിന്റെ ആദ്യ ഉടമ, ആ വാഹനം 2014 രജിസ്റ്റർ ചെയ്തൊരു വാഹനമായിരുന്നു. ഹരിയാന രജിസ്ട്രേഷൻ വാഹനം, ഗുരുഗ്രാം രജിസ്ട്രേഷൻ വാഹനമായിരുന്നു. HR 26 എന്നാണ് ആ വാഹനത്തിന്റെ നമ്പർ തുടങ്ങുന്നത്. 2014 രജിസ്റ്റർ ചെയ്തതിനു ശേഷം ആ സൽമാൻ എന്ന വാഹനത്തിന്റെ ഉടമ അത് 1.5 വർഷം മുമ്പ് അത് മറ്റൊരാൾക്ക് വിറ്റിരുന്നു. അത് ഡൽഹിയിലെ ഓഖ്ല സ്വദേശിയായിട്ടുള്ള ദേവേന്ദ്ര എന്ന് പറയുന്ന ആൾക്കാണ് വിറ്റത്. ഇത് RTO സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്, വിൽപ്പന നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം. അതിനുശേഷം ഈ ദേവേന്ദ്രയോട് ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ഈ വാഹനം അംബാലയിൽ വെച്ച് മറ്റൊരാൾക്ക് വിറ്റു എന്നുള്ളത്. പിന്നീട് പോലീസിന്റെ അന്വേഷണം അത് ആരാണെന്ന് കേന്ദ്രീകരിച്ചതായിരുന്നു. എപ്പോഴാണ് നിർണായകമായിട്ടുള്ള മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നത്. പുൽവാമ സ്വദേശിയായിട്ടുള്ള താരിഖ് എന്ന പേരുള്ള ഒരാൾക്കാണ് ആ വാഹനം അവസാനമായി കൈമാറിയത്, വിൽപ്പന നടന്നത് എന്നുള്ളൊരു വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ ആ വാഹനം വിറ്റത് താരിഖ് എന്ന ആളാണ്, പുൽവാമ സ്വദേശിയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ആ വാഹനം വിറ്റ സമയത്ത് ആ വാഹനം ഏറ്റുവാങ്ങുമ്പോൾ ഈ ഒരു ചിത്രവും എടുത്തിരുന്നു. ഈ വാഹനം ഏറ്റുവാങ്ങുന്നതിന്റെ ആ ചിത്രം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ വാഹനം പോയ വഴി എന്തായാലും പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി താരിഖ് എവിടെയാണെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. താരിഖിനെ കൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ഈ സ്ഫോടനം എങ്ങനെ ഉണ്ടായി, ഈ സ്ഫോടനം നടത്തിയ ആൾക്ക് എങ്ങനെ വാഹനം കയ്യിലെത്തി, അല്ലെങ്കിൽ ഈ താരിഖിന് ഈ സ്ഫോടനവുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ജമ്മു കശ്മീർ സ്വദേശിയായിട്ടുള്ള, പുൽവാമ സ്വദേശിയായിട്ടുള്ള താരിഖാണ് ഈ വാഹനം അവസാനമായി വാങ്ങിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും താരിഖിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നടത്തുന്നത്. ഇനിയും അക്കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭീകരബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ. പക്ഷേ ഈ കാറിന്റെ ഒരു പുൽവാമ ബന്ധം, അതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.